ഹലോ മച്ചന്മാരെ, നമ്മൾ കുറച്ച് നാളായി കണ്ടിട്ട്. നമ്മൾ ഇന്ന് പോകുന്നത് വിഴിഞ്ഞത്ത് മീൻ വാങ്ങാനാണ്. അപ്പോൾ ആ കാഴ്ചകളൊന്ന് കാണാം നമുക്ക്. ഇതെന്ത് മീനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു വലിയൊരു മീനിനെ അവർ കൊണ്ടുവന്നതേ ഉള്ളൂ. ഇങ്ങനെ കുറേ ടൈപ്പ് മീനുകൾ അവിടെ വരുന്നുണ്ട്. ഇതിന്റെ പേരറിയാന്നുള്ളത് എന്നോട് ഒന്ന് പറഞ്ഞു തരണേ കമന്റിൽ. എന്താണെന്ന് അറിഞ്ഞില്ല. കണ്ടാ എന്റെ സൈസ് ഉണ്ട്. രാവിലെ കൊണ്ടുവരണതാണ് ഇപ്പൊ. ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ മീൻ എടുക്കുന്നത്. ആദ്യം അവർ ബോട്ടിൽ നിന്ന് ഇങ്ങനെ കുട്ടകളിലാക്കും. കുട്ടകളിലാക്കിയിട്ട് കരയിൽ കൊണ്ടിടും. കരയിൽ കൊണ്ടിട്ടിട്ടാണ് ലേലം വിളിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ലേലം വിളിക്കാം. ഇവിടെ നിന്നല്ല, നമ്മൾ ആ തറയിൽ കൊണ്ടിടുമ്പോൾ നമുക്ക് ലേലം വിളിക്കാം. ഇതേപോലെ കുട്ടകളിലാക്കി അവർ കൊണ്ടിടും. ഈ മീന് ചൂര എന്തോ ആണ്, നെമ്മീൻ ചൂര എന്തോ ആണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. അതിന് ഏകദേശം 3500-4000 രൂപ വിലയുണ്ട്. നമ്മൾ ഈ ക്ലാത്തിയാണായിട്ട് വാങ്ങിച്ചത്. എൻ്റെ ജീവനുണ്ട് ആ ഒരു മീൻ ഇടുന്ന് പിടക്കണുണ്ട്. ഇപ്പൊ കൊണ്ടുവന്നേ ഉള്ളൂ, ഇപ്പൊ വാങ്ങിച്ചത് നമ്മൾ. അടുത്ത് ഓരോരുത്തർ ഇങ്ങനെ മീൻ കൊണ്ടിട്ടൊക്കെയാണ് അവര് വിൽക്കാൻ വേണ്ടി. അടുത്ത് ഇവിടെ ലേലം വിളി നടക്കുന്നു. നമ്മൾ ഇത്രയും മീനാണ് കേട്ടോ വാങ്ങിച്ചത്. ഇത്രയും മീനാണ് നമ്മൾ വാങ്ങിച്ചത്. നമ്മൾ ഇവിടെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് തരാൻ ആൾക്കാരുണ്ട്. അവര് 10-50 രൂപ ചോദിക്കും, അത് കൊടുത്താൽ മതി. നമ്മളെ മീൻ കൊണ്ട് അവര് കൊടുത്തതിന് അവര് അറുത്ത് എല്ലാം സെറ്റാക്കി തരും. ഇത് ഈ മീനിന്റെ ഈ ഞണ്ട് കടിച്ചതാണ്. കണ്ട, ഒറ്റ ബൈറ്റിൽ തന്നെ ഒരു ഭാഗം വന്നു. ഈ ഞണ്ടാണ് കടിച്ചത്. വലിയ ഞണ്ടാണ് ഇത്. അടുത്ത് ഓരോ മീനുകൾ ബോട്ടിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മൾ പോയപ്പോൾ തന്നെ 7 മണി ആയി. ഓരോ സെഷനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് ഏകദേശം അറുത്ത് തീരാറായി. ക്ലാത്തിയും പിന്നെ നീണ്ട മീന്, ആ മീന് കിളിമീൻ എന്തോ ആണ് സംഭവം, എനിക്ക് പേരുകളൊന്നും അറിഞ്ഞൂടാ. ഞണ്ടുണ്ട്, എൻ്റെ ജീവനുണ്ട്. ഞണ്ടിന് ജീവനുണ്ട്. കണ്ട, അവര് കയറി കെട്ടിയാണ് തന്നത്. ഇനി ഇത് വീട്ടിൽ കൊണ്ടുപോയി ആൻസിയെ ഒന്ന് കാണിക്കണം. ആൻസിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ആൻസിയെ കാണിക്കാൻ വേണ്ടി വീട്ടിലോട്ട് കൊണ്ടുപോവാം. ഇതാദ്യം വെള്ളത്തിൽ ചൂടാക്കണം. എനിക്ക് ചൈനയില് പോണം. ചൈനയിൽ പോണ എന്തിന്? അവരിങ്ങനത്തൊക്കെ വെച്ച് കുക്ക് ചെയ്ത് എങ്ങനെ കറി വെക്കണെന്നല്ലോ. ജീവനുണ്ടോ? ഇല്ല, ചത്തുപോയി. നിന്റെ എക്സ്പ്രഷൻ കാണാൻ വേണ്ടിയാണ് ഞാൻ എടുത്തോണ്ട് വന്നത്. എനിക്ക് ലോബ്സ്റ്ററിനെ കാണുന്നതാ. ജീവനുണ്ട്. അതിലേ ഞാൻ പറഞ്ഞു അതിനെ പിടിച്ചു കൊടുക്കില്ലെന്ന്. ഞണ്ട് കണ്ടിട്ടുണ്ടോ മക്കള്? നമ്മൾ ഇത്ര വലിയ ഞണ്ടിനെ കണ്ടിട്ടില്ലല്ലേ. നമ്മളവിടെയൊക്കെ തോന ഞണ്ടിനെ കണ്ടു. തോന മാത്രമേ. പിന്നെ കടിക്കാതെ ഇവിടെ അലക്കുന്നുണ്ടോ? അപ്പോൾ മച്ചാന്മാരെ, ഈ ഞണ്ടിന്റെ വീഡിയോ നമ്മൾ വിഴിഞ്ഞത്താണ് പോയത്. നമ്മൾ അത്രയും മീനും കൂടെ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് എത്ര 400 രൂപ ആയതേ ഉള്ളൂ. അതായത് ക്ലാത്തി, ആ ഞണ്ട്, പിന്നെ കുറച്ച് നീണ്ട മീൻ. ആ മീനിന്റെ പേരുകളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത്രയും കൂടെ നമുക്ക് 400 രൂപയായി. നമ്മൾ സീസൺ അനുസരിച്ച് പോയാൽ ഈ നൊത്തോലി, ചാള നമുക്ക് കുട്ടയിൽ തന്നെ നമുക്ക് 100 രൂപ ആ സമയത്തേക്ക് കിട്ടും. പക്ഷെ ഇപ്പോൾ ഇത്തിരി റേറ്റ് ഉണ്ടായിരുന്നു. കാരണം അവര് ഒരു കുട്ട തന്നെ എനിക്ക് തോന്നുന്നു ഈ ചാളയൊക്കെ ഇല്ലേ, ചാള, ചൂര,
എനിക്ക് 1000 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് പോയി വാങ്ങാം, പക്ഷേ അവിടെയുള്ള ആൾക്കാർക്ക് നമ്മളവിടെ പോയി വാങ്ങണത് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ്. അവരെ കച്ചവടമല്ലേ. അതൊന്നും നോക്കണ്ട. നിങ്ങൾ രാവിലെ പോയി കഴിഞ്ഞാൽ സൂപ്പർ മീനുകളൊക്കെ കിട്ടും. ഇഷ്ടംപോലെ മീൻ, നമ്മൾ കാണാത്ത കുറേ മീനുകൾ കിട്ടും. പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവർ മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് ഈ ചൂണ്ടയിൽ കുറേ മീനുകൾ കിട്ടും. അതിനെ അവർ വേറൊരു ബക്കറ്റിലാക്കി വെച്ചിട്ട് മിക്സ് ആയിരിക്കും അതും നമുക്ക് നല്ല ഒരു റേറ്റിൽ കിട്ടും. അതും അവർ ലേലത്തിന് വയ്ക്കും. പിന്നെ ഇതിൽ 10 രൂപ പള്ളിക്കാണിക്കയാണ്, വെറും 10 രൂപ. അതിപ്പോൾ ആര് വിളിച്ചാലും 10 രൂപ പള്ളിക്കാണിക്കയാണ്. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് അവിടെ. അപ്പോൾ പോണവർ രാവിലെ പോവുക, കാരണം ടൈമിംഗ് ആണ്. എനിക്കൊന്ന് 10 മണിക്ക് 8:30 എന്നാണ് ചൂരയുടെ വള്ളം വരുന്നത്, ബോട്ടുകൾ വരുന്നത്. ഓരോ സമയം ഓരോ ഇതാണ്. പിന്നെ പോകുന്നവർ എപ്പോഴും ടീമായിട്ട് ഒരു 2 പേരെങ്കിലും കൂടെ പോകണം. കാരണം ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ അത് ഒരു കുട്ടയിലൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് പാടായിരിക്കും. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോയിട്ട് വന്നിട്ട് ഇവിടെ ബന്ധുക്കൾക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കേണ്ടി വരും. നമ്മൾ ടീമായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കുറച്ച് പൈസയേ ആവുള്ളൂ. അപ്പോൾ അങ്ങനെ മാക്സിമം നോക്കുക. ടീമായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു 4 പേര് പോയി കഴിഞ്ഞാൽ ഒരു 4-5 ദിവസത്തേക്ക് ആ മീൻ മതി. ഫ്രഷ് മീനല്ലേ, അതുകൊണ്ട് അത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.